നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ശുചിമുറി മാലിന്യം വെറുതെ അങ്ങ് പുറത്തൊഴുക്കുന്നത് കുറ്റമാണ്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? സംസ്കരിക്കണം. ഇനി സംസ്കരിച്ച് കഴിഞ്ഞാൽ അത് ശുദ്ധമാണോ? പുറത്തേക്ക് ഒഴുക്കുന്നതിൽ തെറ്റുണ്ടോ? ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അത് തന്നെയാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. 2 നഗരസഭകളാണ് ഇവിടെ കക്ഷികൾ. രാഷ്ട്രീയ പാർട്ടി കൂടി വിഷയം ഏറ്റെടുത്തതോടെ ആകെ ബഹളമയം. എന്താണ് സംഭവത്തിന്റെ അടിസ്ഥാനം എന്ന് നോക്കാം. ഫൈൻ ഈടാക്കുന്ന ഗുരുവായൂർ നഗരസഭയിലെ ഏമാന്മാർക്ക് ഇത്രയും വല്ല ശുചിത്വ മാലിന്യം, ശുചിത്വ നഗരം എന്നൊക്കെ പറയുന്ന ഗുരുവായൂർ നഗരസഭയില് സെപ്റ്റിക് മാലിന്യം പൊതുകാനയിലേക്ക് ഒഴുക്കി വിട്ടിട്ടും മണിക്കൂർ 1 ആവാറായിട്ടും തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവിടെ ഭരിക്കുന്നത് CPM. ഇതിന് പിന്നിൽ CPM ആണ്. ഗുരുവായൂരത്തെ CPMകാർക്ക് ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. ഇവിടെ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ട ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഗുരുവായൂർ നഗരസഭ 27-ാം വാർഡിൽ കിഴക്കേ നടയിൽ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ശ്രീജ ഇൻ ലോഡ്ജിലെ സെപ്റ്റിക് മാലിന്യമാണ് കാനയിലേക്ക് തള്ളിയതായി പരാതിയുണ്ടായിരുന്നത്. ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റാണ് സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച ശേഷം കാനയിലേക്ക് ഒഴുക്കിയത് എന്നാണ് ആരോപണം. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ BJP പ്രവർത്തകർ മലിനജലം ഒഴുക്കുന്നത് തടഞ്ഞു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും ടെമ്പിൾ പോലീസും സ്ഥലത്തെത്തി. CPM ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് പണം വാങ്ങിച്ച് സെപ്റ്റിക് മാലിന്യം പൊതു കാനയിലേക്ക് ഒഴുക്കിവിട്ടതെന്നും വൻ അഴിമതിയാണെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം ഇതേ ചൊല്ലി ഗുരുവായൂർ കൗൺസിലിൽ ഇറങ്ങിപ്പോക്കും കുത്തിയിരിപ്പും നടത്തി BJP പ്രവർത്തകർ. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ശോഭ ഹരിനാരായണനാണ് പ്രമേയത്തിന് അനുമതി തേടിയത്. അടിയന്തര കൗൺസിലായതിനാൽ അജണ്ടകൾ കഴിഞ്ഞ് വിഷയം ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ അറിയിച്ചെങ്കിലും BJP അംഗങ്ങൾ തയ്യാറായില്ല. കോൺഗ്രസ് കൗൺസിലർ VK സുജിത്ത് വിഷയം ഉന്നയിച്ചെങ്കിലും ചെയർമാൻ ഇതിനനുമതി നൽകിയില്ല. അതോടെ സുജിത്ത് നടുത്തളത്തിലിറങ്ങി കുത്തിയിരുന്നു. എന്നാൽ ഗുരുവായൂരിലെ ലോഡ്ജിലെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ എത്തിയ ചാവക്കാട് നഗരസഭയുടെ വാഹനം ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തെന്ന പ്രചരണം അസംബന്ധമാണെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. ഇത്തരം പ്രചരണം ഏതോ താൽപര്യം സംരക്ഷിക്കുന്നതിനാണെന്നും ചെയർമാൻ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ചാവക്കാട് നഗരസഭ അധികൃതരും രംഗത്തെത്തി. ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് പദ്ധതിക്കെതിരെയുണ്ടായ പ്രതിഷേധവും ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവവും അപലപനീയമാണെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. യൂണിറ്റ് വാഹനം കസ്റ്റഡിയിലെടുത്ത പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതായും ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂർണ്ണമായും സർക്കാർ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് പരിസ്ഥിതി മലിനീകരണമില്ലാതെയാണ് ദ്രവമാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. നഗരസഭയ്ക്കകത്തും പുറത്തും മാലിന്യ സംസ്കരണം നടത്തുന്ന യൂണിറ്റിന് ഉത്തരവാദപ്പെട്ട ഏജൻസികളുടെയും സർക്കാരിന്റെയും അംഗീകാരമുണ്ട്. സംസ്കരിച്ച ജലം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡപ്രകാരമാണ് പുറന്തള്ളുന്നത്. അപകടകാരിയായ അണുക്കളോ മറ്റു മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിലുണ്ടാകില്ല. ഏതു പ്രദേശത്താണോ മാലിന്യ സംസ്കരണം നടത്തുന്നത് അവിടെ സംസ്കരണം നടത്തി ജലം ഒഴുക്കിവിടാനുള്ള അനുമതിയുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം നിയമാനുസൃതം ഒഴുക്കിവിടുന്നതിനെ ഒരാൾക്കും തടസ്സപ്പെടുത്താൻ അധികാരമില്ല. അതേസമയം മാലിന്യമാണെങ്കിൽ അത് തടയും, കർശനമായ നടപടി സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച നിരവധിയായ അനുഭവങ്ങളും നമ്മുടെ നഗരസഭയ്ക്കുണ്ട്. സെപ്റ്റേജ് മാലിന്യം വലിയ തോട്ടിൽ കൊണ്ടുപോയിട്ട് മാലിന്യ വണ്ടി പിടിച്ച് 3 ലക്ഷം രൂപ പിഴയടച്ച ഗുരുവായൂർ നഗരസഭ. ഇത് ശുദ്ധീകരിക്കപ്പെട്ട വെള്ളമാണ്. കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി വിവിധ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇതുപോലുള്ള സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം ആളുകളുടെ കയ്യിലെ പാവകളായി ചില ആളുകൾ മാറിയാൽ അതിന്റെ പിന്നാലെ പോകാൻ ഗുരുവായൂർ നഗരസഭയ്ക്കാവില്ല. ഗുരുവായൂർ നഗരസഭ ശുദ്ധീകരണത്തിന്റെ ഒപ്പമാണ്. ഇനിയും അങ്ങനെ ചാവക്കാട് നഗരസഭയുടെ ആ വണ്ടിയിൽ മലിനജലമല്ലാത്ത ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം ഒഴുക്കിവിട്ടതിൽ ഒരു പരാതിയും ഗുരുവായൂർ നഗരസഭയ്ക്കില്ല. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയാണ്. സംസ്കരിച്ച മാലിന്യം പൊതുനിരത്തിൽ ഒഴുക്കിയാൽ നിയമപ്രശ്നങ്ങളില്ലെന്നാണ് അധികൃതർ പറയുന്നത്. മാലിന്യം സംസ്കരിച്ച വെള്ളം ശുദ്ധമാണെന്നർത്ഥം. പിന്നെ എന്തിനാണ് ഈ പുലിവാലി കയറി പിടിച്ചതെന്ന് ചോദിച്ചാൽ അതുകൊണ്ടെന്നായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാറായല്ലോ, അത് മതി.
നിരവധി ആളുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നിരന്തരം ഇടപഴകേണ്ട പൊതുസ്ഥാപനമാണ് പഞ്ചായത്ത് ഓഫീസ്. ആധുനികമായ സൗകര്യങ്ങൾ അവിടെ ഒരുക്കുക എന്നത് പൊതു ആവശ്യം കൂടിയാണ്. വേലൂരിൽ അത് സാധ്യമായിരിക്കുകയാണ്. പുതിയ പഞ്ചായത്ത് ഓഫീസ് പ്രാവർത്തികമായി. എന്നാൽ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ മുറുമുറുപ്പുണ്ട്. അഴിമതി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. 4 കോടി രൂപയോളം ചിലവഴിച്ചാണ് ആധുനിക രീതിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രാവർത്തികമാക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയവും പ്രതിപക്ഷവും ഇല്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. അതിവേഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാനുള്ള പദ്ധതികൾ സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ശുചിത്വ പദ്ധതി മാതൃകാപരമായ രീതിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സർവേ റിപ്പോർട്ടിൽ ശുചിത്വത്തിൽ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിന് മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൃത്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിലാകെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വികസന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ജനങ്ങളുടെ പിന്തുണയോടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ എംഎൽഎയുമായ AC മൊയ്തീന്റെ 2020-21 ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 95 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലായി വകയിരുത്തിയ ഫണ്ടും ഉൾപ്പെടെ 4 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വാഹന പാർക്കിംഗും ഫസ്റ്റ് ഫ്ലോറിൽ ഓഫീസ് കാര്യാലയവും സെക്കൻഡ് ഫ്ലോറിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള ഓഫീസുകളും പ്രവർത്തിക്കും. തേർഡ് ഫ്ലോറിൽ കമ്മ്യൂണിറ്റി ഹാളും കോൺഫറൻസ് ഹാളും മീഡിയ റൂമും ഒരുക്കിയിട്ടുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, സ്ഥിരം സമിതി അധ്യക്ഷർ, VEO, ICDS ഓഫീസർ തുടങ്ങിയവർക്കായി പ്രത്യേകം ക്യാബിനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 2 ഫ്ലോറുകളിലും പൂർണ്ണമായി ശീതീകരണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം കെട്ടിട നിർമ്മാണത്തിൽ അടിമുടി അഴിമതിയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും നടത്തി. ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ ഫണ്ടും നൽകാതെ MLA വഞ്ചിച്ചുവെന്നും ഇതുമൂലം പഞ്ചായത്തിന്റെ റോഡ്, തോട്, വീട് തുടങ്ങിയ വികസനത്തിന് ചെലവഴിക്കേണ്ടിയിരുന്ന തനത് ഫണ്ട് 3.5 കോടി രൂപ നഷ്ടപ്പെട്ടുവെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് നടത്തി വേലൂർ ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസ് എന്തായാലും മനോഹരമായി, നല്ല കാര്യം. പക്ഷേ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന പൊതുജനത്തിനും സംശയമില്ലാതില്ല. പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ പൊതുജനത്തിന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്. റേഷൻ വിതരണ രീതിയിൽ മാറ്റം വരുന്നു. വിതരണ സംവിധാനത്തെ സുതാര്യവും കാര്യക്ഷമവുമാക്കാനാണ് സർക്കാർ ശക്തമായ നടപടികൾ എടുക്കുന്നത്. പുതിയ സംവിധാനം കൃത്യമായി നടപ്പാക്കിയാൽ റേഷൻ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാം എന്നാണ് പ്രതീക്ഷ. 2018 മുതൽ 14,000-ലധികം റേഷൻ കടകളിൽ EPOS മെഷീനുകൾ വഴി വിതരണം മെച്ചപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ EPOS മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കയന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കും. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറേറ്റിൽ ഇലക്ട്രോണിക് തൂക്കയന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. തൂക്കയന്ത്രങ്ങളുടെ വിതരണം, ഇൻസ്റ്റലേഷൻ, EPOS ഇന്റഗ്രേഷൻ, വാറന്റി, AMC എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ റേഷൻ കടകളിലും EPOSും ഇലക്ട്രോണിക് തൂക്കയന്ത്രവും ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കും. ബ്ലൂടൂത്ത് അല്ലെങ്കിൽ USB വഴി തൂക്കയന്ത്രത്തിൽ നിന്നും ഡാറ്റ ഓട്ടോമാറ്റിക്കായി EPOSിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത്. കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരണവും നിലവിൽ വരും. 2019 തന്നെ തിരുവനന്തപുരം ജില്ലയിലെ 10 റേഷൻ കടകളിൽ നടപ്പിലാക്കിയ പൈലറ്റ് പദ്ധതി വിജയമായിരുന്നു.
പൊതുവിതരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയിലും മികവിലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. ഈ പദ്ധതിയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മികച്ച മാതൃകയാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. തെരുവ് നായ പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. ദിനം പ്രതി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും ശാശ്വതമായ പരിഹാര മാർഗം ഇനിയും അകലെയാണെന്നത് ആശങ്കാജനകമാണ്. നിരവധി പേർ തെരുവ് നായയുടെ ആക്രമണത്തിന് വിവിധയിടങ്ങളിൽ ഇരകളാകുന്നുണ്ട്. തെരുവ് നായയെ ഭയന്ന പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതികേടായെന്ന ചുരുക്കം. തൃത്താല മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. പാതയിലെ തെരുവുനായ ശല്യം വാഹനയാത്രക്കാരെയും കാൽനട യാത്രികരെയും ദുരിതത്തിലാക്കി. കൂറ്റനാട് തൃത്താല റോഡ്, തൃത്താല അങ്ങാടി, കുമ്പിടി റോഡ്, എടപ്പാൾ റോഡ്, ചാത്തന്നൂർ സ്കൂൾ റോഡ്, കൂറ്റനാട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പുറമെ ആനക്കര, കുമ്പിടി, കുമരനെല്ലൂർ, പട്ടിത്തറ, കപ്പൂർ, ചാലിശ്ശേരി മേഖലയിലും തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ആനക്കര AWH കോളേജ് കുന്നിൽ രാത്രികാലങ്ങളിൽ 100 കണക്കിന് തെരുവുനായ്ക്കളാണ് തമ്പടിക്കുന്നത്. ഇവയെല്ലാം പരസ്പരം കടിപിടി കൂടി യാത്രക്കാരെ ഉപദ്രവിക്കുന്നതും പതിവാണ്. ഇതിനാൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രദേശവാസികൾ ഭയത്തോടെയാണ് ഇതുവഴി പോകുന്നത്. രാവിലെ നടക്കാനിറങ്ങുന്നവർ, വ്യാപാരികൾ, പത്രവിതരണക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. ബൈക്ക് യാത്രികരെ ആക്രമിക്കുന്നതും അപകടത്തിൽപ്പെടുന്നതും തൃത്താല മേഖലയിൽ പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. പൊതുസ്ഥലത്ത് വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതാണ് നായശല്യം രൂക്ഷമാകാൻ കാരണം. റോഡ് സൈഡിലും മറ്റും ഇത്തരത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യം റോഡിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നതും പതിവാണ്. കോഴിക്കടകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നത്. ദിനം പ്രതി നിരവധി പേർക്കാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. കൂടാതെ വളർത്തുമൃഗങ്ങളെയും കോഴികളെയും മറ്റും തെരുവുനായ്ക്കൾ വ്യാപകമായി കൊന്നൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തെരുവുനായ ആക്രമണത്തിനായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അത് ബോധ്യപ്പെട്ടാൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകുക എന്നതാണല്ലോ ശരി. ഇനിയും ഇക്കാര്യത്തിലുള്ള മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണം. പൊതുജന സുരക്ഷ കൂടി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇനിയും പ്രായഭേദമന്യേ തെരുവുനായ്ക്കളുടെ ഇരകളാകാനുള്ള അവസരം ഉണ്ടാക്കരുത്. ശക്തമായ മഴ പെയ്യുമ്പോൾ ശോചനീയാവസ്ഥയിലുള്ള വീടുകളിൽ കഴിയുന്നവരുടെ നെഞ്ചിടിപ്പ് കൂടും. പ്രകൃതിയുടെ കലയിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ഇടിഞ്ഞു വീഴാറായ വീടാണെങ്കിൽ അവിടെ മനസമാധാനത്തോടെ ഒന്ന് തല ചായ്ക്കാൻ പോലും പറ്റില്ല. അതുപോലെ ഗതികേടിലായിരിക്കുകയാണ് 2 സഹോദരിമാർ. ഇവരുടെ അവസ്ഥ അധികാരികൾ പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നുള്ള ആരോപണം വരുമ്പോൾ അതിന് തക്കതായ മറുപടിയുമായി വാർഡ് മെമ്പറും രംഗത്തെത്തി. മഴ കനത്തു പെയ്യുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് ആലംബമറ്റ സഹോദരിമാർ. വെള്ളറക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്തിയേനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരിതം പേറി കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് 75 വയസ്സുള്ള ഓമനയും 68 വയസ്സുള്ള കാർത്തിയേനിയും താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. 2 പേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലം പൊത്താറായ സ്ഥിതിയിലാണുള്ളത്. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഓടുമേഞ്ഞ വീട് 10 വർഷമായി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയുടെ ഉത്തരങ്ങളും കഴുക്കോലുകളും പൊട്ടിയ നിലയിലാണ്. ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിൻ ഉപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വാർഡ് മെമ്പർ രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിന് പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ താമസയോഗ്യമായ വീട് ഉണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത്. വീട് കാണാതെയും അവസ്ഥകൾ മനസ്സിലാക്കാതെയുമാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. ഒരു ദുരിതത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. എന്നിട്ട് ഗ്രാമസേവനെ കണ്ടപ്പോ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞിടക്കുന്നത്. 2 ആള്, ചേച്ചി ഞാൻ മാത്രമേ ഉള്ളൂ. 3 ആള് താമസിച്ചിരുന്നതിൽ ഒരു ചേച്ചി മരിച്ചുപോയി. ഇനിയിപ്പോ ഞങ്ങൾ 2 എണ്ണമുണ്ട്. അതേസമയം ഇവർക്ക് വീട് നൽകുന്നതിൽ താൻ അവഗണന കാണിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വാർഡ് മെമ്പർ രമണി രാജൻ പറഞ്ഞു. ആദ്യ തവണ ലൈഫിൽ വീട് നൽകാൻ താൻ മുൻകൈയെടുത്ത അപേക്ഷ നൽകിയെങ്കിലും സ്ഥലം ഇവരുടെ പേരിലായിരുന്നില്ല.
തറവാട് വീടായതിനാൽ സഹോദരീ സഹോദരന്മാർ ഉൾപ്പെടെ സ്ഥലത്ത് നിരവധി അവകാശികൾ ഉണ്ടായിരുന്നു. 3 സെന്റ് സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ലൈഫിൽ പരിഗണിക്കാതിരുന്നത്. ഇപ്പോൾ സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റിയതിനാൽ ലൈഫിൽ പരിഗണിക്കാൻ ആവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ട്. നിലവിലെ വീടിന് അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് അനുവദിച്ചെങ്കിലും അത് ഇവർ നിരസിച്ചു. നവകേരള പദ്ധതിയിലേക്കും വീടിനായി പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 18 വർഷത്തോളമായി ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യധാന്യ കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കഴിഞ്ഞ മാസം വരെ ചെയ്തിട്ടുണ്ട്. കുടിവെള്ള ടാങ്കും കട്ടിലും നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തോടൊപ്പം എന്നും നിൽക്കുന്ന തന്നെ രാഷ്ട്രീയ വിരോധത്തിൽ അപകീർത്തിപ്പെടുത്താൻ ചിലർ നടത്തിയ ശ്രമമാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പുറകിലെന്നും വാർഡ് മെമ്പർ രമണി രാജൻ പറഞ്ഞു. വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ പേരിലേക്ക് ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും ആക്കണം എന്ന നിർദ്ദേശം അതൊന്നും നടന്നില്ല. ഇപ്പം ഈ അടുത്തിടെയാണ് അവരിപ്പോൾ അതൊക്കെ മാറ്റം വരുത്തിയിട്ട് അവരുടെ പേരിലേക്ക് 3 സെന്റ് സ്ഥലം കിട്ടി എന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പം അടുത്തിടെയാണ്. എങ്കിലും നമ്മൾ ലൈഫ് പദ്ധതിയിൽ അവർക്ക് വീട് കിട്ടണമെന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ കൊണ്ട് വീണ്ടും അപേക്ഷ വെപ്പിക്കുകയും അതിന് അന്വേഷണം വരികയും അന്വേഷണ ഉദ്യോഗസ്ഥൻ അവർക്ക് അനുകൂലമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട് തന്നെ മതിയെന്ന്. അപ്പോൾ ഉദ്യോഗസ്ഥൻ അറിയിപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അതിൻ്റെ തീരുമാനങ്ങൾ വരുന്നതേ ഉള്ളൂ. വരുന്ന മുറയ്ക്ക് അവരെ ചേർക്കുന്നതായിരിക്കും. പിന്നെ ഈ കുടുംബത്തോടൊപ്പം ഇക്കാലം അത്രയും ഈ 10 വർഷം ജനപ്രതിനിധി എന്ന രീതിയിലും അതിനു മുൻപ് CDSന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ആ രീതിയിലും ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട്. അവർക്ക് 10-18 വർഷത്തോളമായി അവർ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം വരെ അവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് അവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അവർക്ക് കിടക്കാൻ ആവശ്യമായി കട്ടിൽ നൽകിയിട്ടുണ്ട്. വീടുണ്ട്, അത് ശരിയാണ്. എന്നാൽ താമസയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ കാണുന്നവർക്കറിയാം വീടിന്റെ അവസ്ഥ എന്താണെന്ന്. എന്നാൽ ഇവർ പറയുന്നതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് വാർഡ് മെമ്പർ. ഇവർക്ക് കൃത്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണെന്നാണ് വാർഡ് മെമ്പറുടെ പക്ഷം. മനോഹരവും സുഗന്ധം പരത്തുന്നതുമാണ് പൂക്കൾ. പലപ്പോഴും വർണ്ണാഭമായ പൂക്കൾ കാണുമ്പോൾ ഇതുപോലെ ജീവിതവും സുന്ദരമായെങ്കിൽ എന്ന് നാം ചിന്തിക്കാറുണ്ട്. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോവുക എന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി കേരളത്തിലെത്തി വർണ്ണാഭമായ പൂച്ചെടികൾ വിൽപ്പന നടത്തി ജീവിക്കുന്ന ദമ്പതികളെ പരിചയപ്പെടാം. ജീവിതം കളറാക്കാൻ കളർഫുള്ളായ പൂച്ചെടികൾ വിൽപ്പന നടത്തുന്നവർ. തകർച്ചയുടെ വക്കിലെത്തിയ ജീവിതം കെട്ടിപ്പടുക്കാനായി പൂക്കൾ വിൽപ്പന നടത്തുകയാണ് പൂച്ചെടി വിൽപ്പന നടത്തുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദമ്പതികൾ. 12 വർഷത്തോളമായി റാണിയും ഭർത്താവ് ശെൽവരാജും കുന്നംകുളം നഗരമധ്യത്തിൽ പൂക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട്. ശ്രീലങ്കയിലെ വംശീയ കലാപത്തെ തുടർന്നാണ് 1981 രാമേശ്വരത്തിലേക്ക് റാണിയും സെൽവനും അടങ്ങുന്ന 80 കുടുംബങ്ങൾ കുടിയേറിയത്. അന്ന് ഇനിയുള്ള ജീവിതം എങ്ങനെയെന്നായിരുന്നു ഇവർക്ക് മുമ്പിലുള്ള ചോദ്യം. ജീവിതം കരമുട്ടിക്കാൻ റാണിയും സെൽവരാജും ചെയ്യാത്ത ജോലികളില്ല. ഒടുവിൽ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായാണ് രാമേശ്വരത്ത് നിന്ന് കേരളത്തിലേക്കെത്തിയത്. കറ്റാർവാഴ വിൽപ്പനയായിരുന്നു ആദ്യ ജോലി. തുടക്കകാലത്ത് ലാഭകരമായിരുന്ന കച്ചവടം പിന്നീട് വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ നഷ്ടക്കച്ചവടമായി. ഇതിനിടയിലെത്തിയ കോവിഡും അതിനിടെ സെൽവന് സംഭവിച്ച വാഹനാപകടവും ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി. അപകടത്തിൽ സെൽവരാജിന്റെ കൈക്കും കാലിനും സ്വാധീനം കുറഞ്ഞതോടെ മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയായി. എന്നാൽ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല റാണി. അങ്ങനെയാണ് പൂക്കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. കുന്നംകുളം നഗരമധ്യത്തിൽ കച്ചവടം ആരംഭിച്ചു. റോസാപ്പൂച്ചെടികളാണ് പ്രധാനമായും ഇവിടെ വിൽപ്പന. ബാംഗ്ലൂരുവിൽ നിന്ന് ഇരുവരും നേരിട്ട് പോയാണ് ചെടികൾ തിരഞ്ഞെടുക്കുക. വ്യത്യസ്ത ഇനം ചെടികൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. രാമേശ്വരം ചെണ്ടുമല്ലി, പലയിനം പനിനീർ പൂക്കൾ, ഡെയ്സികൾ എന്നിങ്ങനെ നിരവധി പൂച്ചെടികൾ റാണിയുടെ പക്കലുണ്ട്. രാവിലെ 8 മണി മുതൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെടികൾ തീരുന്നതുവരെ റാണി കച്ചവടം തുടരും. ഞായറാഴ്ച ഒഴികെ ആഴ്ചയിൽ എല്ലാ ദിവസവും റാണി പൂച്ചെടിയുമായി കുന്നംകുളം നഗരമധ്യത്തിലുണ്ടാകും. മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന പൂച്ചെടികൾ വളരെ തുച്ഛമായ വിലയിലാണ് റാണി വിൽക്കുന്നത്. ആഹാരമായും വസ്ത്രമായും പലരിൽ നിന്നുമുള്ള സ്നേഹവായ്പകളും മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകുന്നുണ്ടെന്ന് റാണി പറയുന്നു. പഴയ ബസ് സ്റ്റാൻഡിലെ വരാന്തയാണ് റാണിക്കും സെൽവരാജിനും കിടപ്പാടം. ജീവിതത്തിന്റെ കനൽ ചൂട് പൊള്ളലേൽപ്പിക്കുമ്പോഴും തണലായത് ഈ നാടും നാട്ടുകാരുടെ സ്നേഹവുമാണെന്നാണ് റാണിയുടെ പക്ഷം. எந்த குழப்பமும் இல்லை, யாராலையும் எந்த பிரச்சனையும் இல்லை. இவட பஸ் ஸ்டாண்ட்லேயே தான் இருக்கேன். ஆணாக இருந்தாலும் பெண்ணாக இருந்தாலும் அதிகாரியாக இருந்தாலும் எந்த டிஸ்டர்பும் இல்லாமல் தான் இருக்கும்.
சாப்பாடு எல்லாருக்கும் கொடுக்குற போல் எப்போனா சாப்பாடு இலவசமாக கொடுப்பாங்க, ட்ரெஸ்ஸு கொண்டு வந்து கொடுப்பாங்க, எல்லாம் உதவி பண்ணுவாங்க. எந்த ജീവിതത്തിന്റെ രണ്ടറ്റം കരമുട്ടിക്കാൻ ഇവർക്ക് ഈ കച്ചവടം ധാരാളം മതി. എന്നും രാവിലെ എത്തി തങ്ങളുടെ കയ്യിലെ പൂച്ചെടികൾ തീരുന്നതുവരെ ഇവർ കച്ചവടം നടത്തും. ജീവിത ചിലവിലുള്ളത് കിട്ടിയാൽ അത് തന്നെ സന്തോഷമെന്നാണ് റാണിയുടെ പക്ഷം. തലചായ്ക്കാൻ ഒരിടം ഇല്ല എന്നത് പ്രതിസന്ധിയാണ്. ബസ് സ്റ്റാൻഡിലാണെങ്കിലും തലചായ്ക്കാൻ ഒരു ഇടം ഉണ്ടെന്നത് ആശ്വാസവും.